ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിയൻ ബാങ്കിൻ്റെ നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് യൂണിയൻ ബാങ്കിൻ്റെ തന്നെ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ATMിലൂടെ എങ്ങനെ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇങ്ങനെ ATMിലൂടെ യൂണിയൻ ബാങ്കിൻ്റെ നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഏത് വ്യക്തിയുടെ അക്കൗണ്ടിലേക്കാണോ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്, അയാളുടെ യൂണിയൻ ബാങ്കിൻ്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് അയാൾക്ക് ലഭിച്ചിരിക്കുന്ന ആ ATM കാർഡ് ഉണ്ടല്ലോ, അതിൻ്റെ പുറത്ത് ഒരു 16 അക്ക നമ്പറുണ്ട്. അതാണ് ATM കാർഡിൻ്റെ നമ്പർ. ആ നമ്പർ നമുക്ക് അറിഞ്ഞിരുന്നാലേ ഈ രീതിയിൽ നമുക്ക് അയാളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ രീതിയിൽ നമുക്ക് മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് യൂണിയൻ ബാങ്കിൻ്റെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഹിറ്റാച്ചി ATMിലൂടെ മാത്രമേ നിലവിൽ സാധിക്കുകയുള്ളൂ. കാരണം യൂണിയൻ ബാങ്കിന് മിക്ക സ്ഥലങ്ങളിലും ATMകളാണുള്ളത്, CDMകൾ അങ്ങനെ ഇല്ല. ഇപ്പോഴൊക്കെ ഞങ്ങളുടെ ഭാഗത്തും CDM വന്നിട്ടുണ്ട്, എന്നാലും മിക്ക സ്ഥലങ്ങളിലും ATMകളാണ് ഉള്ളത്. അതുകൊണ്ട് ഹിറ്റാച്ചി ATMിലൂടെയാണ് നമ്മളിപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാൻ പോകുന്നത്. യൂണിയൻ ബാങ്കിലെ നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാമെന്നൊരു വീഡിയോ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ യൂണിയൻ ബാങ്കിൻ്റെ ATMിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഐ ബട്ടണിലും അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇവയിൽ പ്രസ് ചെയ്ത് വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ആ ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതും എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങളുടെ യൂസ്ഫുള്ളായ വീഡിയോകളൊക്കെ വളരെ പെട്ടെന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലൊക്കെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായി നമുക്ക് നേരെ ഹിറ്റാച്ചിയുടെ ATMിലേക്ക് പോകാം. ഇത് ഹിറ്റാച്ചിയുടെ ഒരു CDM ആണ്. അപ്പോൾ ആദ്യം നമ്മുടെ ATM കാർഡ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ ഭാഗത്ത് കൂടെ ഇതുപോലെ ഇൻസർട്ട് ചെയ്യുക. എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തും കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ ഇതുപോലെ ഭാഷകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം തുടങ്ങിയ ഓപ്ഷനുകളുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ടച്ച് സ്ക്രീനാണ്, ഇതിൽ ബട്ടണുകളില്ല സൈഡിൽ. അപ്പോൾ ടച്ച് ചെയ്താണ് ഇതിലെ ഓപ്ഷനുകൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് എന്ന ഓപ്ഷന് മുകളിലായിട്ട് ടച്ച് ചെയ്യുന്നു. ഇപ്പോൾ അടുത്തതായിട്ട് സ്ക്രീനിൽ ATM കാർഡിൻ്റെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ATM കാർഡിൻ്റെ ആ 4 അക്ക പിന്ന് ഇവിടെ മെഷീനിൻ്റെ കീപാഡിൽ ടൈപ്പ് ചെയ്യുന്നു. അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്ക്രീനിൽ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടണിൽ ഇതുപോലെ പ്രസ് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ 2 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ATMിൻ്റെ സ്ക്രീനിൽ വരുന്ന ഓപ്ഷനുകളെ പ്രസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വൈപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഇതുപോലെ തോണ്ടി കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ അടുത്തതായിട്ട് സ്ക്രീനിൽ ഓൺ അക്കൗണ്ട് ഡെപ്പോസിറ്റ്, തേർഡ് പാർട്ടി ഡെപ്പോസിറ്റ് തുടങ്ങിയ 2 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. ഓൺ അക്കൗണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് സ്വന്തം അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെയാണ്. അതല്ല നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. തേർഡ് പാർട്ടി ഡെപ്പോസിറ്റ് ആണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൽ സ്വൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിൽ പ്രസ് ചെയ്തപ്പോൾ എൻ്റർ ബെനിഫിഷ്യറി കാർഡ് നമ്പർ എന്നിവിടെ സ്ക്രീനിൽ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ യൂണിയൻ ബാങ്കിൻ്റെ ആരുടെ അക്കൗണ്ടിലേക്കാണോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്, ആ വ്യക്തിയുടെ ATM കാർഡിൻ്റെ ആ വലിയ നമ്പർ 16 അക്ക നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൃഷ്ണദാസ് എന്ന ഒരാളുടെ അക്കൗണ്ടിലേക്കാണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അയാളുടെ ATM കാർഡിൻ്റെ ആ നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ നമ്പർ ക്രമത്തിൽ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ കൺഫേം എന്ന ആദ്യത്തെ ബട്ടൺ കാണുന്നുണ്ടല്ലോ, അതിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ അടുത്തതായിട്ട് റീ എൻ്റർ ബെനിഫിഷ്യറി കാർഡ് നമ്പർ എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് നമ്മൾ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ നമ്പർ ഉണ്ടല്ലോ, അത് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്തപ്പോൾ എന്തെങ്കിലും കാരണവശാൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുമല്ലോ. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ 2ഉം 2 ആണെങ്കിൽ അത് തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആ നമ്പർ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് ടൈപ്പ് ചെയ്ത ശേഷം വീണ്ടും ആ കൺഫേം എന്ന ബട്ടണിൽ ഇതുപോലെ പ്രസ് ചെയ്യുക. ഇപ്പോൾ സ്ക്രീനിൽ കൃഷ്ണദാസ് എന്ന നെയിം കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആ കാർഡ് നമ്പർ കറക്റ്റ് ആണെന്ന് എനിക്ക് ഇതിലൂടെ കൺഫേം ചെയ്യാം. കാരണം അയാളുടെ പേര് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ ഇവിടെ താഴെ പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്.
പക്ഷേ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഉദ്ദേശിച്ച ആളുടെ പേരല്ല ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ആ താഴെ കാണുന്ന ക്യാൻസൽ എന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഈ ട്രാൻസാക്ഷൻ തന്നെ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ആ പ്രൊസീഡ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഷീനിൻ്റെ ക്യാഷ് സ്ലോട്ട് ഇതാണ്. അപ്പോൾ ഇത് ഇതുപോലെ ഓപ്പൺ ആകുന്നതാണ്. അപ്പോൾ നമുക്ക് എത്ര രൂപയാണോ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു തവണ ATM കാർഡ് മെഷീനിൽ ഇൻസർട്ട് ചെയ്തിട്ട് ഇതുപോലെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് മിനിമം 100 രൂപ മുതൽ മാക്സിമം 49,900 രൂപ വരെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആ ട്രാൻസാക്ഷൻ പൂർത്തിയായതിനു ശേഷം വീണ്ടും ATM കാർഡ് മെഷീനിൽ ഇൻസർട്ട് ചെയ്ത് അടുത്ത ട്രാൻസാക്ഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാഷ് വീണ്ടും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ അത്ര രൂപയൊന്നും ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല, ഒരു 500 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 500 രൂപ അതിനകത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ക്യാഷ് വെക്കുമ്പോൾ ഇതുപോലെ ചെരിച്ചാണ് വെക്കേണ്ടത് കേട്ടോ, അല്ലാതെ കുത്തനെയോ മടക്കിയിട്ടോ ഒന്നും വെക്കരുത്. അങ്ങനെ ക്യാഷ് വെച്ചതും തന്നെ ക്യാഷ് സ്ലോട്ടിന്റെ ഷട്ടർ ഇതുപോലെ അടയുന്നതാണ്. ഇപ്പം അത് മെഷീൻ കൗണ്ട് ചെയ്ത ശേഷം എത്ര രൂപയാണെന്ന് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു. അപ്പം ഞാൻ 500 തന്നെയാണല്ലോ വെച്ചത്, അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ കൺഫേം, ആഡ് മോർ, ക്യാൻസൽ തുടങ്ങിയ 3 ബട്ടണുകളുണ്ട്. അപ്പോൾ ഈ ക്യാഷ് എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ മതിയെങ്കിൽ എനിക്ക് ആ കൺഫേം എന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അല്ല ഇതിൽ കൂടുതൽ ക്യാഷ് എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കൺഫേമിൻ്റെ താഴെ ആഡ് മോർ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അത് ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ക്യാഷ് മൗത്തിൻ്റെ ഷട്ടർ ഓപ്പൺ ആകും. അതിലേക്ക് എത്ര രൂപയാണോ അത് നമുക്ക് വീണ്ടും വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ക്യാഷിനെ വീണ്ടും കൗണ്ട് ചെയ്ത ശേഷം മൊത്തം എത്ര രൂപയാണെന്ന് ഇവിടെ സ്ക്രീനിൽ കാണിക്കും. എന്നിട്ട് നമുക്ക് ആ കൺഫേം എന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ആ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ കൂടുതൽ ക്യാഷ് ഒന്നും ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കൺഫേം എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ ക്യാഷ് ഇപ്പം മെഷീനിലേക്ക് കയറിപ്പോയി ഒപ്പം കൃഷ്ണദാസിൻ്റെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ആവുകയും ചെയ്തു. അങ്ങനെ ഡെപ്പോസിറ്റ് ആയി കഴിയുമ്പോൾ മെഷീനിൻ്റെ ഈ ഭാഗത്ത് കൂടെ നമ്മളിപ്പോൾ ചെയ്ത ട്രാൻസാക്ഷൻ്റെ റെസിപ്റ്റ് ഇതുപോലെ വരുന്നതാണ്. അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ ഈ ട്രാൻസാക്ഷൻ പൂർത്തിയായി. ഇനി എൻ്റെ ATM കാർഡ് മെഷീനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഹിറ്റാച്ചി ATMയിലൂടെ നമ്മുടെ യൂണിയൻ ബാങ്കിൻ്റെ ATM കാർഡ് മെഷീനിൽ ഇൻസർട്ട് ചെയ്തിട്ട് മറ്റൊരാളുടെ യൂണിയൻ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡെപ്പോസിറ്റ് എങ്ങനെ ചെയ്യണമെന്ന് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.